മക്കളെ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ കുറിച്ചും പ്രൊഫസർ MN കാരശ്ശേരിയെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നമുക്കടുത്ത പാഠഭാഗത്തേക്ക് കടക്കാം. അഴീക്കോട് സംസാരിക്കുന്നു എന്നാണ് നമ്മുടെ പാഠഭാഗം അല്ലേ. അപ്പോൾ പ്രൊഫസർ MN കാരശ്ശേരി ഒരുപാട് പ്രമുഖ വ്യക്തികളുമായിട്ട് ധാരാളം അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ അഭിമുഖങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് സംസാരം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ സുകുമാർ അഴീക്കോടുമായിട്ട് പലതവണ MN കാരശ്ശേരി അഭിമുഖം നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗത്ത് ആ പല അഭിമുഖങ്ങളിൽ നിന്നും പ്രസംഗത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അഴീക്കോട് നൽകിയിട്ടുള്ള മറുപടികൾ, അത് മാത്രമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതാണ് അഴീക്കോട് സംസാരിക്കുന്നു എന്നുള്ള പാഠഭാഗം. അപ്പോൾ പല അഭിമുഖങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഈ പാഠഭാഗത്തേക്ക് വേണ്ട പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള ഭാഗം തന്നിട്ടുള്ളത്. പല അഭിമുഖങ്ങളിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പ്രസംഗത്തിൽ അഗ്രഗണ്യനാണ് നമ്മുടെ സുകുമാർ അഴീക്കോട് അല്ലേ. പ്രസംഗ കലയെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. അഴീക്കോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്ത് പ്രസംഗം അതൊരു കലയാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അഴീക്കോടിനെ പോലെ മറ്റൊരാളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗ കലയെക്കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിറ്റാണ്ടുകളോളം പ്രസംഗം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതൊരു സപര്യ പോലെയാണ്, പ്രസംഗ സപര്യ പോലെയായിരുന്നു അദ്ദേഹം അത് കണ്ടിരുന്നത്. അപ്പോൾ പ്രസംഗത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആധികാരികമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അഴീക്കോട് തന്നെയാണ് ഉചിതമെന്ന് നമുക്ക് ഈ പാഠഭാഗം എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണ് അദ്ദേഹം പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം ഈ പാഠഭാഗത്ത് പറയുന്നത് എന്ന് നമുക്ക് പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് എന്താണ്, ഏത് രീതിയിലുള്ള ചോദ്യമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അഴീക്കോട് സംസാരിക്കുന്നു. പ്രൊഫസർ അല്പം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന കാരശ്ശേരിയുടെ ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ചടച്ച ശരീരം എനിക്ക് ജന്മസിദ്ധമാണ്. വിശേഷിച്ച് ക്ഷീണമൊന്നുമില്ല. പിന്നെ യാത്രാക്ഷീണമുണ്ട്. ഞാൻ മാർപ്പാപ്പയെ കാണാൻ മദിരാശിയിൽ പോയി. ഇപ്പോൾ വന്നു കയറിയതേയുള്ളൂ. പത്രത്തിൽ കണ്ടിരിക്കുമല്ലോ, രാജാജി ഹാളിൽ വെച്ച് മാർപ്പാപ്പ മറ്റു മതക്കാരെ കാണുന്ന ചടങ്ങായിരുന്നു. കാരശ്ശേരി: ചടങ്ങ് നന്നായോ? അഴീക്കോട്: ഗംഭീരം. ചടങ്ങിൽ ഞാനാണ് കൃതജ്ഞത പറഞ്ഞത്. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരുപാട് പ്രമുഖ വ്യക്തികളുണ്ടായിരുന്നു. ആ ദർശനം അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. അത്തരമൊരു ചടങ്ങും. എനിക്ക് എന്തെന്നില്ലാത്ത ചാരിതാർത്ഥ്യം തോന്നുന്നു. കാരശ്ശേരി: പ്രൊഫസറുടെ പ്രസംഗത്തെപ്പറ്റി അവിടെ എന്തായിരുന്നു പ്രതികരണം? അഴീക്കോട്: അതാണ് എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായി തോന്നിയത്. വാചാപ്രസംഗം അനുവദിച്ചിരുന്നില്ല. ഞാൻ പ്രസംഗം ഇംഗ്ലീഷിൽ എഴുതി വായിക്കുകയായിരുന്നു. അതു കഴിഞ്ഞയുടനെ മാർപ്പാപ്പ സ്വസ്ഥാനത്ത് എഴുന്നേറ്റു നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് കൈ തന്നു. കൃതജ്ഞത പറയുന്നവന് ഹസ്തദാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. 6 അടിയിലധികം പൊക്കമുള്ള സുന്ദരനും തേജസ്വിയുമായ ആ മഹാപുരോഹിതൻ്റെ വിനയപ്രകടനം വല്ലാത്തൊരനുഭവമായിരുന്നു. എങ്ങനെയാണ് ഈ അഭിമുഖം തുടങ്ങുന്നത്? എങ്ങനെയാണ്? MN കാരശ്ശേരിയുടെ ചോദ്യം എന്തായിരുന്നു? തുടക്കത്തിലുള്ള ചോദ്യം എന്താണ്? അങ്ങേക്ക് എന്താ നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്ന് അല്ലേ. അപ്പോൾ അതിന് അഴീക്കോട് എന്താ മറുപടി പറയുന്നത്? ഈ ക്ഷീണം എനിക്ക് ജന്മസിദ്ധമായിട്ട് ഉള്ളതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല, കുറച്ച് യാത്രാക്ഷീണമുണ്ട്. അപ്പോൾ യാത്രാക്ഷീണം എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോയി വന്നതാണ് അദ്ദേഹം എന്നുള്ള ചോദ്യം വരും അല്ലേ. അപ്പോൾ എങ്ങോട്ട് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്? മദിരാശിക്ക് പോയിരിക്കുകയായിരുന്നു. മദിരാശിയിൽ അവിടെ മാർപ്പാപ്പ വരുന്ന ഒരു വേദിയിൽ, മാർപ്പാപ്പ അതിഥിയായി എത്തുന്ന ഒരു വേദിയിൽ അവിടെ കൃതജ്ഞത പറയുക എന്നൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ അഴീക്കോട് മദിരാശിക്ക് പോയത്. എന്താ കൃതജ്ഞത പറഞ്ഞാൽ? നന്ദി പറയുക അല്ലേ. പ്രസംഗത്തിനൊക്കെ സാധാരണ നന്ദി പറയുക എന്നുള്ള ഒരു ചടങ്ങൊക്കെ ഉണ്ട് അല്ലേ. ആ ഒരു പ്രോഗ്രാമിൽ നന്ദി പറയുക എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ നന്ദി പറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ അഴീക്കോടിൻ്റെ ദൗത്യം.
അതിനാണ് അദ്ദേഹം മദിരാശിയിലേക്ക് പോയത്. മാർപ്പാപ്പ വരുന്ന ആ ഒരു വേദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. വളരെ പ്രമുഖരായിട്ടുള്ള ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ ധാരാളം പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഉള്ള ഒരു വേദിയായിരുന്നു അത്. അപ്പോൾ അവിടെ കൃതജ്ഞത പറയാന്നുള്ളതാണ് നമ്മുടെ അഴീക്കോടിൻ്റെ ദൗത്യമായിരുന്നത്. അപ്പോൾ സാധാരണ നമുക്കറിയാം അഴീക്കോട് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെയാണ്, കേരളത്തിലൊക്കെ എങ്ങനെയാണ് വളരെ വാചാലമായ രീതിയിൽ മാതൃഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ അഴീക്കോടിന് ഒരു വിഷമമായി, കാരണം അവിടെ വാചാപ്രസംഗമൊന്നും പറ്റില്ല. നന്ദി. അപ്പോൾ എന്താണ്, കുറച്ച് ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയിട്ടാണ് അദ്ദേഹം അവിടെ കൃതജ്ഞത പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ ചാരിതാർത്ഥ്യം തോന്നി എന്ന് പറയുന്നത്. എന്താ ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സംതൃപ്തി അല്ലേ, വളരെ സംതൃപ്തി തോന്നി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ അദ്ദേഹത്തിന് സംതൃപ്തി തോന്നാൻ കാരണം? എന്താ കാരണം? അദ്ദേഹം വാചാപ്രസംഗം ഒന്നുമല്ല നടത്തിയത് അല്ലേ, ഇംഗ്ലീഷിൽ എഴുതിയത് അവതരിപ്പിക്കുക. അതാണ് അദ്ദേഹം കൃതജ്ഞതയായിട്ട് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മാർപ്പാപ്പ എഴുന്നേറ്റ് വന്ന് സുകുമാർ അഴീക്കോടിന് ഹസ്തദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്, കൈ കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് വളരെ സാധാരണഗതിയിൽ നന്ദി പറയുന്നവർക്കൊരൊന്നും ആരും ഹസ്തദാനം കൊടുക്കാറില്ല, ശരിയാണ് അല്ലേ. നമ്മളങ്ങനെ വേദികളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ മാർപ്പാപ്പ എഴുന്നേറ്റ് വന്ന് ഇരുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് അഴീക്കോടിന് കൈ നൽകി എന്നാണ് പറയണത്. അപ്പോൾ അത് കാരണം അഴീക്കോടിന് അത് വളരെ സംതൃപ്തി തോന്നിയെന്ന്. ആ ഒരു വേദി എന്ന് പറയുന്ന വേദിയിൽ തനിക്ക് കൃതജ്ഞത പറയാൻ കിട്ടിയ അവസരം അത് വളരെ ചാരിതാർത്ഥ്യം തോന്നിയൊരു സംതൃപ്തി തോന്നിയ മനസ്സന്തോഷം തോന്നിയ ഒരു സംഭവമായിട്ടാണ് അഴീക്കോട് പറയുന്നത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ അടുത്ത ഭാഗത്ത് MM കാരശ്ശേരി ചോദിക്കുന്നത്, അദ്ദേഹം ഈ പ്രസംഗത്തിലേക്ക് എത്തിച്ചേർന്നുള്ള ആ ഒരു ആരംഭം എങ്ങനെയായിരുന്നു, ഇതിനൊരു ആവേശം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ താല്പര്യം എങ്ങനെയാണ് അദ്ദേഹത്തിൽ ഉണ്ടായത് ചെറുപ്പകാലങ്ങളിൽ എന്നതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗത്തിലുള്ള അഭിമുഖ സംഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാരശ്ശേരി: പ്രൊഫസർ ആദ്യമായി പ്രസംഗിച്ചതിനെ പറ്റി ഓർമ്മയുണ്ടോ? അഴീക്കോട്: എലിമെൻ്ററി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ MT കുമാരൻ മാസ്റ്റർ പുനർജന്മത്തെപ്പറ്റി എഴുതി തന്ന ഒരു പ്രസംഗം കാണാതെ പഠിച്ചു പറഞ്ഞതാണ് എൻ്റെ ആദ്യത്തെ പ്രസംഗം. ആദ്യമായി ഞാനൊരു പൊതുപ്രസംഗം നടത്തുന്നത് കണ്ണൂരിലാണ്, 19-ാം വയസ്സിൽ. അന്ന് BCom പഠിക്കുകയാണ്. ആശാൻ്റെ തത്വചിന്തയും ഭാരതീയ വീക്ഷണവും എന്നതായിരുന്നു വിഷയം. കാരശ്ശേരി: പ്രസംഗ കലയിലേക്ക് താങ്കൾ എത്തിപ്പെട്ട സാഹചര്യം ഏതാണ്? അഴീക്കോട്: ഞാൻ കുട്ടിക്കാലത്ത് വലിയ ലജ്ജാശീലനായിരുന്നു. വീട്ടിൽ അതിഥികൾ വന്നാൽ അവരോട് വർത്തമാനം പറയേണ്ടി വരുമെന്ന് പേടിച്ച് തൊടിയിൽ പോയി നിന്ന അനുഭവം പോലുമുണ്ട്. പിന്നെ മുതിർന്നപ്പോൾ, എന്നുവെച്ചാൽ 10-15 വയസ്സ്, വാഗ്ഭടാനന്ദ ഗുരുദേവൻ, ആര്യഭടൻ, ബ്രഹ്മവ്രതൻ തുടങ്ങിയവരുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായി. കവിതയിലും സംഗീതത്തിലും എന്ന പോലെ പ്രസംഗകലയിലും ജന്മസിദ്ധമായ കഴിവും പരിശീലനവും പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് വലിയ മാതൃകകളെ ആത്മസാക്ഷാത്കരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ. ഞാൻ അതാണ് ചെയ്തത്. എനിക്ക് പ്രചോദന സ്രോതസ്സുകളായി അപ്പറഞ്ഞ മാതൃകകളുണ്ടായിരുന്നു. അപ്പോൾ മദിരാശി പോയി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ചാരിതാർത്ഥ്യനായിരുന്നു അല്ലേ. മാർപ്പാപ്പയെ പോലെയുള്ള വളരെ വിനയാന്വിതനായിട്ടുള്ള ഒരു വ്യക്തി അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ വിനയം ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇനിയുള്ള ഈ ഭാഗത്ത് പറയുന്നത് ആദ്യമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് എപ്പോഴെന്നാണ്. എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുമ്പോൾ കുമാരൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പുനർജന്മത്തെക്കുറിച്ച് എഴുതി കൊടുത്തു. അപ്പോൾ അത് കാണാതെ പഠിച്ച് പ്രസംഗിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളായാലും കുട്ടികൾ അല്ലേ, നിങ്ങളിൽ ഒരുപാട് പേര് നന്നായി പ്രസംഗിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ, നല്ല മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഒരുപക്ഷെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ എങ്ങനെയാണ് പറ്റുക? എഴുതി അത് പഠിച്ച് അല്ലേ, അതുപോലെ തന്നെ ഒരു കാണാപ്പാഠം പറയുന്നത് പോലെ തന്നെയായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ. അതല്ലാത്തവരുണ്ടാവും കേട്ടോ. എന്നാൽ ഒരുവിധമുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് പ്രസംഗിക്കുക. കാരണം ആദ്യമായിട്ട് പ്രസംഗം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ അഴീക്കോടും അങ്ങനെ തന്നെയാണ്. പുനർജന്മം എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ട് മാസ്റ്റർ എഴുതി കൊടുത്തിട്ടുള്ളത് അങ്ങനെ കാണാപ്പാഠം പഠിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് അദ്ദേഹം പ്രസംഗം നടത്തിയത്. പിന്നീട് അദ്ദേഹം ഒരു പൊതുപ്രസംഗം നടത്തിയത് കണ്ണൂരിൽ വെച്ചാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവായ ഒരു വേദിയിൽ
ഒരു വിഷയത്തെക്കുറിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ 19ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പൊതുവേദിയിൽ പൊതുപ്രസംഗം നടത്തുന്നത്. വിഷയം കുമാരനാശാൻ്റെ തത്വചിന്തയും ഭാരതീയ വീക്ഷണവും. ആ വിഷയത്തെക്കുറിച്ചായിരുന്നു അന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ തുടക്കം ഇങ്ങനെയായിരുന്നു. പിന്നെ പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചു അല്ലേ. അപ്പോൾ ഇനി ചോദിക്കുകയാണ്, ഇതിലേക്ക് വരാണ്ടായ ആ ഒരു സാഹചര്യം എന്താ, ഈ പ്രസംഗത്തോട് ഇത്രയും താല്പര്യം തോന്നാനുള്ള സംഗതി എന്താണെന്ന് കാരശ്ശേരി ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ സാഹചര്യം എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ടേ പറഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ അഴീക്കോട് പറയാണ്, സത്യം പറഞ്ഞാൽ നമുക്ക് അഴീക്കോടിൻ്റെ പ്രസംഗമൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഉള്ളൊരു വ്യക്തിയായിരുന്നു കുട്ടിക്കാലത്ത് നിന്നൊന്നും നമുക്ക് തോന്നിപ്പോവില്ല. അപ്പോൾ എന്താ പറയണേ, അഴീക്കോട് കുട്ടിക്കാലത്ത് ഭയങ്കര ലജ്ജാശീലനായിരുന്നു, ഭയങ്കര നാണക്കാരനായിരുന്നു അത്ര. ആരുടെയും മുന്നിൽ പോയി നിൽക്കില്ല. വീട്ടിൽ ആരെങ്കിലുമൊക്കെ അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തൊടിയിൽ പോകുന്ന പറയണേ, പറമ്പിൽ പോയി ഒളിക്കും ഇത്ര. അപ്പം അത്രയും ലജ്ജാശീലനും മറ്റുള്ളവരുടെ മുമ്പിൽ വരാൻ മടിയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഴീക്കോട്. അങ്ങനെ ഒരു 10-15 വയസ്സൊക്കെ കൂടിയിട്ട് ഒരുപാട് നല്ല നല്ല വ്യക്തികളുടെ പ്രസംഗം കേൾക്കാനുള്ള ഒരു അവസരം അഴീക്കോടിനുണ്ടായി. ബ്രഹ്മാനന്ദ വാഗ്ഭടാനന്ദ ഗുരുദേവൻ, ബ്രഹ്മവ്രതൻ, ആര്യഭടൻ തുടങ്ങിയിട്ടുള്ള മഹത് വ്യക്തികളുടെ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം കേട്ടു. അത് അദ്ദേഹത്തിന് വളരെയധികം പ്രചോദനം നൽകി. അതാണ് അദ്ദേഹം ഈ പ്രസംഗ കലയിലേക്ക് വരാനുണ്ടായ, അല്ലെങ്കിൽ പ്രസംഗത്തിൽ ഇത്രയേറെ ശോഭിക്കാനുണ്ടായ കാരണം. അവരുടെ എല്ലാം ആ പ്രസംഗം കേട്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മറുപടിയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. പ്രസംഗം ഒരു കലയായി സ്വീകരിക്കണമെങ്കിൽ അതിന് 2 കാര്യങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ എന്താ പറയുന്നത്, ജന്മസിദ്ധമായ കഴിവുണ്ടായിരിക്കണം. പിന്നീട് എന്താ പറയുന്നത്, പരിശീലനം ഉണ്ടായിരിക്കണം. അപ്പോൾ ജന്മസിദ്ധമായ കഴിവ്, അതായത് ഇപ്പോൾ നമുക്ക് സംഗീതമായാലും നൃത്തമായാലും ഏത് കലയായാലും അതിന് ജന്മസിദ്ധമായ ഒരു കഴിവ് വേണം അല്ലേ. അതെല്ലാ കാര്യങ്ങൾക്കുള്ളതാണ്. അത് തന്നെ പ്രസംഗകലയിലും എന്തു വേണമെന്നാണ് പറയുന്നത്, ജന്മസിദ്ധമായ ഒരു കഴിവ് പ്രസംഗകലയ്ക്ക് ഉണ്ടായിരിക്കണം. അതുമാത്രം മതിയോ? പോരാ, മികച്ച പരിശീലനം ലഭിക്കണം. മികച്ച പരിശീലനം മാത്രമാണോ? അതിന് ഏറ്റവും നല്ല കാര്യം എന്താണ്, ഈ മികച്ച പരിശീലനം കിട്ടുന്നതിന് ഉത്തമമായ മാതൃകകൾ ഉണ്ടായിരിക്കണം. നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കണം. അതിൽ ആകൃഷ്ടരായി, അതിൽ അനുകരണീയനായി, അല്ലെങ്കിൽ അതിലെ നന്മകളെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രസംഗത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസംഗ കലയിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നല്ലൊരു പ്രാസംഗികനാവണമെങ്കിൽ എന്ത് വേണമെന്നാണ് അദ്ദേഹം ഈ പാരഗ്രാഫിൽ പറയുന്നത്. അതിലൂടെ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്, ഉത്തമമായ മാതൃകകൾ അല്ലേ, അത് കാണാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ. ജന്മസിദ്ധമായ കഴിവ് മാത്രം പോരാ, അതിനെ പരിപോഷിപ്പിക്കണ്ടേ. എങ്കിൽ മാത്രമല്ലേ നമ്മുടെ കഴിവ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കുക. അതിൽ നിന്നും ഒരു പ്രസംഗത്തിനുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, അത് നമ്മുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ ആ തിരിച്ചറിവ് നമ്മൾ പ്രയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരു പ്രസംഗ കലയുടെ മുന്നോടിയായി, ആ കല ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആദ്യപടിയായിട്ടാണ് അദ്ദേഹം ഈ ജന്മസിദ്ധമായ കഴിവിനെയും പരിശീലനത്തെയും കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത ഭാഗങ്ങളിലൂടെ ഇനി പ്രസംഗ കലയിലെ ഒരു പ്രസംഗത്തിൻ്റെ സവിശേഷതകൾ, ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിലൂടെയൊക്കെയാണ് അടുത്ത ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതൊന്ന് നമുക്ക് എങ്ങനെയാണ് അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാരശ്ശേരി, പ്രൊഫസറുടെ ക്ലാസ്സും പ്രസംഗവും ഒന്ന് താരതമ്യപ്പെടുത്താമോ? അഴീക്കോട്, അത് രണ്ടും താരതമ്യപ്പെടുത്താൻ വയ്യാത്തത്ര വ്യത്യസ്തമാണ്. പ്രസംഗത്തിൽ ഞാൻ വിഷയത്തിന് കീഴടങ്ങും, ക്ലാസ്സിൽ ഞാൻ വിഷയത്തെ കീഴടക്കുകയാണ്. ക്ലാസ്സിൽ എൻ്റെ ശബ്ദം ഉയരുകയേയില്ല, അവിടെ ദേഷ്യപ്പെടലും മറ്റുമുണ്ട്, പരിഹാസവും കൂടും. കാരശ്ശേരി, പ്രസംഗത്തിലൂടെ ആശയസംവാദം നടത്താനാവുമോ എന്ന് ചിലർ സംശയം ഉന്നയിക്കാറുണ്ട്. അഴീക്കോട്, പ്രസംഗത്തിൽ നടക്കുന്നത് ആശയ സംവാദമോ ആശയപ്രചാരണമോ മാത്രമാണെന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥ പ്രസംഗത്തിൽ സംഭവിക്കുന്നത് വ്യക്തിത്വ സംപ്രേഷണമാണ്. ആത്മാവിഷ്കാരം നടത്തുന്ന കലാകാരൻ്റെ ആത്മാർത്ഥതയാണ് അവിടെ പ്രശ്നം. പ്രൊഫസർ
മുണ്ടശ്ശേരി നമ്മുടെ നാട്ടിലെ ഉജ്ജ്വല വാഗ്മികളിൽ ഒരാളായതിൻ്റെ പിന്നിലും ഈ വ്യക്തിത്വവും ആത്മാർത്ഥതയുമാണ് ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രസംഗത്തിന് വേണ്ടതായ നേരിയ നർമ്മരസം മുണ്ടശ്ശേരിയിൽ കാണില്ല. ഗദ്യമോ പദ്യമോ ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഭാവനയുടെ അംശം പോലും മുണ്ടശ്ശേരിയുടെ പ്രസംഗത്തിൽ ഉണ്ടാവാറില്ല. ഇതൊക്കെയായിട്ടും പ്രസംഗവേദികളിൽ അദ്ദേഹം അദൃശ്യനായി നിന്നു. പേമാരി പോലെ ആ വാഗ്ധോരണി കോരിച്ചൊരിയുകയായിരുന്നു. അതിനു പിന്നിലെ ശക്തി ഇപ്പറഞ്ഞ ആത്മാർത്ഥതയാണ്. ഈ ഭാഗത്ത് എന്ത് ചോദ്യമാണ് കാരശ്ശേരി അഴീക്കോടിനോട് ചോദിക്കുന്നത്? ക്ലാസ്സും പ്രസംഗവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്താൻ അല്ലേ? ആരുടെ? അഴീക്കോടിൻ്റെ. നമുക്കറിയാം അല്ലേ, അഴീക്കോട് ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? ക്ലാസ്സും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും രണ്ടും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് അഴീക്കോട് അതിന് മറുപടി പറഞ്ഞത്? രണ്ടും രണ്ടാണ് അല്ലേ? ശരിയാണ്. ക്ലാസ് എടുക്കുന്നത് പോലെ നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കുമോ? ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇതേപോലെ പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? പ്രസംഗത്തിന് വേറൊരു രീതിയാണ് ഉള്ളത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിഷയം എന്താണോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടതായ വിഷയം എന്താണോ അതിന് കീഴടങ്ങുകയാണ് അവിടെ ചെയ്യുന്നത്. പ്രസംഗത്തിൽ എന്താ ഉണ്ടാവണേന്നാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം വിഷയത്തിന് കീഴടങ്ങുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ അദ്ദേഹം വിഷയത്തെ കീഴടക്കും, പ്രസംഗത്തിൽ അദ്ദേഹം വിഷയത്തിന് കീഴടങ്ങും അല്ലേ? എന്താ അങ്ങനെ പറയാൻ? ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കില്ല. ഒരു വിഷയം തന്നാൽ ഏതെങ്കിലും ഇപ്പോൾ ടോപ്പിക്കോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള പരമാവധി കാര്യങ്ങളിൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അല്ലേ? അവിടെ നമ്മുടെ വ്യക്തിത്വത്തിനൊന്നും യാതൊരു പ്രാധാന്യം ഉണ്ടാവുന്നില്ല, യാതൊരു പ്രാധാന്യവും ഇല്ല. അവിടെ കുട്ടികളിലേക്ക് ആ ആശയത്തെ എത്തിക്കുക എന്നുള്ളതാണ് അവിടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ അവിടെ ക്ലാസ്സിലാവുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ സംശയങ്ങൾ ചോദിക്കപ്പെടും, അവിടെ തമാശകൾ പറയപ്പെടും, അവിടെ നർമ്മരസം ഉണ്ടാവും, അതുപോലെ തന്നെ പലതരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലാണ് ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ തീർത്തും പ്രസംഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ക്ലാസ് എന്ന് പറയുന്നത്. പിന്നീട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രസംഗത്തിലൂടെ ആശയസംവാദം നടത്താൻ സാധിക്കും എന്ന് ചിലർ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്നാണ് അഴീക്കോടിനോടുള്ള അടുത്ത ചോദ്യമായിട്ട് ഉയരുന്നത്. അപ്പോൾ അതിന് അഴീക്കോട് എന്താ പറയുന്നത്? അത് ചിലരുടെ തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും ഒരു ആശയ സംവാദമോ ആശയ സംപ്രേഷണമോ ഏതിലൂടെ നടത്തപ്പെടുന്നില്ല? പ്രസംഗത്തിലൂടെ നടത്തപ്പെടുന്നില്ല. പിന്നെ പ്രസംഗത്തിൽ എന്താ നടത്തപ്പെടുന്നത്? അവിടെ വ്യക്തിത്വ സംപ്രേഷണമാണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ അയാളുടെ വ്യക്തിത്വം എന്താണ്, അയാളുടെ ആത്മാർത്ഥത, പ്രസംഗത്തോട് അല്ലെങ്കിൽ പറയുന്ന വിഷയത്തോടുള്ള ആ വ്യക്തിയുടെ ആത്മാർത്ഥത, അതാണ് അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും ആശയമല്ല അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നതെന്ന് അല്ലേ? അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു പോയിന്റ് പോലെ നമുക്ക് പ്രസംഗത്തിന് വേണ്ട അടുത്ത ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്താണ്? ആത്മാർത്ഥതയുണ്ടായിരിക്കണം. അതിന് അദ്ദേഹം ആരുടെ പ്രസംഗമാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്? ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രസംഗമാണ് അല്ലേ? അദ്ദേഹം പറയുന്നുണ്ട്, സാധാരണഗതിയിൽ നമുക്കൊക്കെ എങ്ങനെയുള്ള പ്രസംഗമൊക്കെ ഇഷ്ടം? കുറേ തമാശകളൊക്കെ പറയുന്നത് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് കവിതയിലെ വരി അല്ലെങ്കിൽ വല്ല പാട്ടിലെ വരി, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾച്ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നമുക്കെല്ലാവർക്കൊക്കെ വളരെ വളരെ താല്പര്യം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന പ്രസംഗം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊന്നും ആരുടെ പ്രസംഗത്തിലില്ല? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രസംഗത്തിലില്ല. പക്ഷേ എന്നിട്ട് പോലും എല്ലാ പ്രസംഗവേദികളിലും ആരെയും തോൽപ്പിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമായിട്ട് ആര് മാറുന്നുണ്ട്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാറുന്നുണ്ട്. അദൃശ്യൻ എന്ന് പറയുന്നുണ്ട്. അദൃശ്യനാകുന്നു. എന്താ അദൃശ്യം എന്ന് പറഞ്ഞാൽ? ഒരാളൊക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ളൊരു വ്യക്തിത്വമായിട്ട് അവിടെ ജോസഫ് മുണ്ടശ്ശേരി മാറുന്നുണ്ട് എന്നാണ്. അതിന് കാരണം എന്താണെന്നാണ് അഴീക്കോട് പറയുന്നത്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മാർത്ഥത. ആ ആത്മാർത്ഥതയിൽ നിന്നുമുണ്ടാകുന്ന വാഗ്ധോരണികൾ അല്ലേ, വാക്കുകളുടെ ആ ഒരു പ്രവാഹം, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ എല്ലാ വേദികളിലും പിടിച്ചു നിർത്തിയിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു പ്രസംഗത്തിന് കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു, ജന്മസിദ്ധമായ കഴിവ് വേണം, പരിശീലനം വേണം, അതിനോടൊപ്പം എന്ത് വേണം? നല്ല പ്രസംഗകലകൾക്ക് ആത്മാർത്ഥതയുണ്ടായിരിക്കണം അല്ലേ? വാഗ്പ്രവാഹമുണ്ടായിരിക്കണം, വാഗ്ധോരണി ഉണ്ടായിരിക്കണം. ഇതും പ്രസംഗകലയ്ക്ക് വേണ്ട ഒരു ഗുണമായിട്ടാണ് ആര് പറയുന്നത്? അഴീക്കോട് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിൽ എന്താണ് നമുക്കൊന്ന് നോക്കാം.
കാരശ്ശേരി. പ്രസംഗകന്റെ ചിന്തയും ആശയവും ശ്രോതാവ് പിന്തുടരണം എന്നത് പ്രധാനമല്ലേ? അഴീക്കോട്. വാക്കിൻ്റെ ശക്തി അതിലടങ്ങിയ അർത്ഥത്തിൻ്റെ ശക്തി മാത്രമല്ല, ആ വാക്ക് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദത്തിൻ്റെയും കൂടിയാണ്. എന്നെ സംബന്ധിച്ച് അത് ചലനശക്തിയാണ്. ആ അനുഭവം പകർന്നു കൊടുത്ത് ശ്രോതാവിനെ പ്രചോദിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എൻ്റെ ആശയം ഊതി നിറയ്ക്കാനുള്ള ബലൂണായി അയാളെ ഉപയോഗിക്കാനല്ല. ഈ ഭാഗത്ത് എന്താണ് കാരശ്ശേരി ഒരു ചോദ്യം ചോദിക്കുന്നത്? എന്താ അതായത് പ്രസംഗിക്കുന്ന വ്യക്തിയുടെ, അതായത് പ്രാസംഗികൻ്റെ ആ ആശയും ചിന്തയും തന്നെ ശ്രോതാവ് പിന്തുടരണമെന്നുണ്ടോന്ന്. ശ്രോതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? കേട്ടിരിക്കുന്ന വ്യക്തി. അപ്പോൾ നമ്മുടെ പ്രസംഗം ഒരാൾ കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തി നമ്മുടെ ആശയും നമ്മുടെ ചിന്തയും തന്നെ പിന്തുടരണോ? ഇതാണ് ചോദ്യം. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ പറയാൻ സാധിക്കുമോ? ഇല്ല, അല്ലേ? നമ്മളെപ്പോലെ തന്നെ ശ്രോതാവിലും ഒരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലേ? ആ കലാകാരനിലും ആ ശ്രോതാവിലും അദ്ദേഹത്തിൻ്റെതായ ചിന്തകളുണ്ടായിരിക്കും, അല്ലേ? അദ്ദേഹത്തിനൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൂടെ തന്നെ അദ്ദേഹത്തെ ചിന്തിപ്പിക്കണം എന്ന് നമുക്ക് ശഠിക്കാൻ പറ്റില്ല, നിർബന്ധിക്കാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്തിനു നമുക്ക് സാധിക്കും? നമ്മുടെ വാക്കിൻ്റെ ശക്തി കൊണ്ട് ശ്രോതാവിനെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും, നമ്മുടെ ചിന്തയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും, നമ്മുടെ ആശയങ്ങളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. അതിന് നമ്മുടെ വാക്കിൻ്റെ ശക്തി മാത്രമാണ് അവിടെ. നമ്മളെങ്ങനെ ചിലർ പ്രസംഗിക്കുമ്പോഴാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ ചിലരുടെ സംസാരം കേൾക്കുമ്പോഴാണെങ്കിലും നമുക്കത് കേട്ടിരിക്കാൻ തോന്നും, അല്ലേ? എന്താ കാരണം? അത്രയും രസകരമായിട്ടാണ് വാക്കുകളുടെ ആ ഒരു പ്രവാഹത്തിൽ രസകരമായ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ, എന്നാൽ ഒരു ശ്രോതാവിനെ പിടിച്ചെടുക്കാൻ മാത്രം ശക്തിയുള്ള രീതിയിലാണ് അവർ ഓരോ വാക്കും പ്രയോഗിക്കുക. അങ്ങനെയുള്ളവരുടെ പ്രസംഗം കേട്ടിരിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. കാരണം എന്താ? ആ പ്രാസംഗികൻ്റെ വാക്കുകൾക്ക് ചലനശക്തിയുണ്ട്, മറ്റുള്ളവരുടെ ചിന്തയെ ചലിപ്പിക്കാൻ കഴിവുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രസംഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രസംഗമാണെന്ന് പറഞ്ഞ് വിട്ടുകളയല്ല, അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അപ്പം ചില പ്രസംഗങ്ങളൊക്കെ കേട്ടിരിക്കാൻ നിങ്ങൾക്കും ഇതുപോലെ തന്നെ തോന്നും. പലപ്പോഴും നമ്മളോട് ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെയാണ്, അല്ലേ? പ്രസംഗമൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമ്മൾ നോക്കി നോക്കൂ, ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാൻ തോന്നും, അല്ലേ? അവരുടെ ആശയങ്ങൾ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതെന്താ കാരണം? അവരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, ചലനശക്തിയുണ്ട്. അപ്പോൾ പ്രസംഗത്തിന് എന്തുണ്ടായിരിക്കണം? ശ്രോതാവിനെ ചലിപ്പിക്കാൻ മാത്രമുള്ള ശക്തി ഉണ്ടായിരിക്കണം പ്രാസംഗികൻ്റെ വാക്കുകൾക്ക്. പ്രാസംഗികൻ്റെ വാക്കിന് ചലനശക്തി ഉണ്ടാകണം, എങ്കിലേ അത് ശ്രോതാവിലേക്ക് ശരിയായ രീതിയിൽ എത്തിച്ചേരുകയുള്ളൂ. ശ്രോതാവിന് ആ പ്രാസംഗികൻ്റെ ആശയത്തോട്, ചിന്തയോട് അടുപ്പം തോന്നുകയുള്ളൂ, അതിനെ പിന്തുടരാൻ തോന്നുകയുള്ളൂ. അതിനപ്പോൾ എന്തു വേണമെന്നാണ് പറഞ്ഞത് അഴീക്കോട്? വാക്കുകൾക്ക് ചലനശക്തി ഉണ്ടായിരിക്കണം, അല്ലേ? അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്ത് എന്താ പറയണതെന്ന് നമുക്കൊന്ന് നോക്കാം. കാരശ്ശേരി. വലിയ സദസ്സുകളിലെ പ്രസംഗത്തേക്കാൾ ചെറിയ ചർച്ചാ ക്ലാസ്സിലെ സംസാരത്തിനല്ലേ കൂടുതൽ പ്രസക്തി? അഴീക്കോട്. ശങ്കരാചാര്യർ പണ്ഡിതന്മാരോടും ശിഷ്യരോടും മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ക്രിസ്തു അങ്ങനെയല്ല. ബുദ്ധനോ ഗാന്ധിയോ മുഹമ്മദോ അങ്ങനെയല്ല. അവർ മുക്കുവരോടും അക്രമികളോടും അജ്ഞരോടും സംസാരിച്ചു. അതാണ് യഥാർത്ഥ പ്രസംഗകൻ്റെ നില. അത് വാതിലടച്ചു നടത്തുന്ന ഒരു ഏർപ്പാടല്ല. അതിൻ്റെ വാതിലുകളും വാതായനങ്ങളും ഈ മഹാപ്രപഞ്ചം പോലെ തുറന്നും വിശാലവും പ്രകാശപൂർണവുമാണ്. കാരശ്ശേരി. എല്ലാവർക്കും ഇതൊക്കെ ഇപ്പറയുന്ന മട്ടിൽ മനസ്സിലാവുമോ? അഴീക്കോട്. മനസ്സിലാവാതെന്താ? കലാകാരൻ ഒരു പ്രത്യേക മനുഷ്യനല്ല. എല്ലാ മനുഷ്യരിലും കലയുടെ അംശമുണ്ട്. ഏതു മനുഷ്യനോടും ഏതു വിഷയത്തെ പറ്റിയും ഞാൻ പ്രസംഗിക്കും, അയാൾ കേട്ടിരിക്കും. കാരശ്ശേരിയുടെ അടുത്ത ചോദ്യം എന്താണ്? അഴീക്കോടിനോടുള്ള അടുത്ത ചോദ്യം, ഏത് സദസ്സിലാണ്, അതായത് വലിയ സദസ്സുകളിനേക്കാളും
ചെറിയ ക്ലാസ്സിലെ ഒരു ചർച്ച വിഷയങ്ങൾ, അതായത് ചർച്ചയിലൂടെയുള്ള സംസാരം, അതല്ലേ കൂടുതൽ പ്രസക്തം. അതായത് വലിയ സദസ്സുകളല്ലല്ലോ പ്രധാനം, ചെറിയ ക്ലാസ്സുകൾ, അതായത് അവിടുത്തെ സംസാരങ്ങളല്ലേ, ചെറിയ ചെറിയ സദസ്സുകളിലെ സംസാരമല്ലേ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത്, പ്രസക്തിയുള്ളത് എന്നാണ് കാരശ്ശേരി ചോദിക്കുന്നത്. അപ്പോൾ അതിന് അഴീക്കോട് ഒരു ഉദാഹരണത്തിലൂടെയാണ് വ്യക്തമാക്കുന്നത് അല്ലേ. എന്താണ് ആ ഉദാഹരണം? ശങ്കരാചാര്യർ ആരോട് മാത്രമേ പ്രസംഗിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്? പണ്ഡിതരോടും, അതായത് പാണ്ഡിത്യമുള്ളവരോടും തൻ്റെ ശിഷ്യരോടും, അങ്ങനെയുള്ളവരോട് മാത്രമേ ശങ്കരാചാര്യർ സംവദിച്ചിട്ടുള്ളൂ എന്നാണ് പറയണത്. പക്ഷേ നമ്മുടെ ഗാന്ധിജി, മുഹമ്മദ്, ബുദ്ധൻ, ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയുള്ളവരോട് സംസാരിച്ചവരാണെന്നാണ് പറയുന്നത്? മുക്കുവരോട്, അക്രമികളോട്, അജ്ഞരോട്, അതായത് ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനതയോടും സംസാരിച്ചിരുന്നവരാണ് അവരെല്ലാം. അതായിരിക്കണം ഒരു യഥാർത്ഥ പ്രാസംഗികൻ്റെ നിലപാട്. അവിടെയാണ് ഒരു പ്രാസംഗികൻ വിജയിക്കുന്നത്. വലിയ സദസ്സുകളിൽ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ പാണ്ഡിത്യമുള്ളവരെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാസംഗികൻ്റെ കഴിവെന്നോ അല്ലെങ്കിൽ പ്രസംഗം ഒരു കലയായി സ്വീകരിച്ചെന്നോ പറയാൻ സാധിക്കില്ല. എല്ലാ തലത്തിലുള്ള ആളുകളോടും കൂടി സംവദിക്കാനായിട്ട് കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ ഒരാൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ അഴീക്കോടിന് ഏത് രീതിയിലുള്ള സദസ്സ്, ഏത് വലിയ സദസ്സായിക്കോട്ടെ, ചെറിയ സദസ്സായിക്കോട്ടെ, ഏത് രീതിയിലുള്ള മനുഷ്യനായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽ വരുന്നവരായിക്കോട്ടെ, സമൂഹത്തിലെ ഏത് തട്ടിൽ കിടക്കുന്നവരായിക്കോട്ടെ, അവരോടെല്ലാം ആശയങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനും അവരോട് ചർച്ച നടത്താനും അതിൽ വിജയിക്കാനും അഴീക്കോടിന് സാധിക്കുമെന്നാണ് അഴീക്കോട് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സദസ്സല്ല പ്രധാനം അല്ലേ, നമ്മൾ പറയുന്ന വാക്കുകളാണ്. സദസ്സനുസരിച്ച് വേണം നമ്മൾ വാക്കുകൾ പ്രയോഗിക്കാൻ അല്ലേ. വളരെ വിദ്യാസമ്പന്നരായ ആളുകളുള്ള ഒരു സദസ്സിൽ സംസാരിക്കുന്നത് പോലെ അക്ഷരവിദ്യാഭ്യാസം തീരെയില്ലാത്ത ഒരു വിഭാഗത്തോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അവിടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വാക്കിൻ്റെ പ്രയോഗങ്ങൾക്ക് വ്യത്യാസം വരുത്തേണ്ടതായി വരും. അപ്പോൾ സദസ്സനുസരിച്ച് വേണം നമ്മൾ പ്രസംഗിക്കാനായിട്ട്, സദസ്സനുസരിച്ച് വേണം നമ്മൾ ശ്രോതാവിലേക്ക് നമ്മുടെ ആശയങ്ങൾ എത്തിക്കാനായിട്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ നേരത്തെ അഴീക്കോട് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ആശയം ഊതി വീർപ്പിക്കാനുള്ളൊരു ബലൂണല്ല ഈ ശ്രോതാവ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ വാക്കിൻ്റെ അത് സദസ്സനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് നമ്മൾ അവരിലേക്ക് എത്തണം, നമ്മുടെ ആശയം അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അഴീക്കോടിനെ സംബന്ധിച്ച് വലിയ സദസ്സ് പ്രാധാന്യം തന്നെയാണ്. ആ വലിയ സദസ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വിഭാഗം ആളുകളുടെ സദസ്സും വലിയ സദസ്സ് തന്നെയാണ് അല്ലേ. എല്ലാം പാണ്ഡിത്യമുള്ളവരുടെ മാത്രമാണ് വലിയ സദസ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അല്ലേ. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും സദസ്സ് വലിയ സദസ്സാണ്. വലിയ സദസ്സുകളിൽ ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെയാണ്, പ്രസംഗിക്കുന്നത് തന്നെയാണ് അഴീക്കോടിന് ഏറ്റവും താല്പര്യമുള്ളത് എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവസാനം നമ്മുടെ അഴീക്കോട് എന്താണ് പറയുന്നത്? എല്ലാ മനുഷ്യനിലും ഒരു കലാകാരനുണ്ട് എന്ന് പറയുന്നു അല്ലേ. എല്ലാ മനുഷ്യനിലും ഒരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്? ഈ ലോകത്തെ മുഴുവൻ നിരീക്ഷിക്കണം നമ്മൾ അല്ലേ, വീക്ഷിക്കണം. എന്നിട്ട് എന്ത് വേണം? വിശാലമായ കാഴ്ചപ്പാടിൽ വേണം കേട്ടോ വീക്ഷിക്കാൻ. എന്നിട്ട് എന്ത് വേണം? ഈ പ്രപഞ്ചത്തെ വികസിപ്പിക്കാൻ ഉതകും വിധം നമ്മൾ നമ്മുടെ ആശയത്തെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെ വളർത്തിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കലാകാരൻ, ഏത് രംഗത്താണെങ്കിലും, അതിപ്പോൾ പ്രാസംഗികൻ എന്ന നിലയിൽ മാത്രമല്ല, ഏത് രംഗത്തും ആ കലയുടെ ഉന്നതിയിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിശാലമായ ലോക കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിലൂടെ പ്രധാനമായിട്ട് പറയുന്നത്? പ്രസംഗത്തെക്കുറിച്ചാണ് അല്ലേ. പ്രസംഗത്തിനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ, ഒരു പ്രാസംഗികനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ അല്ലേ, ഇതെല്ലാമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്രസംഗമാണ് അല്ലേ. അതായത് ഒരു വ്യക്തിയെയും അതുപോലെ തന്നെ സമൂഹത്തെയും രാഷ്ട്രത്തെയും മാറ്റിയെടുക്കാൻ തോക്ക് വേണ്ട, എന്തു മതി?
വാക്ക് മതി. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ലോകത്തെ കിടുകിട വിറപ്പിച്ചിട്ടുള്ള ധാരാളം വിപ്ലവകാരികളുണ്ട് അല്ലേ? അവരിൽ പലരും ആരാണ്? മികച്ച വാഗ്മികളാണ് അല്ലേ? അപ്പോൾ വാഗ്മികൾ, മികച്ച പ്രാസംഗികന്മാർക്ക് ഒരു സമൂഹത്തെ മാറ്റിമറിക്കാനായി, ഒരു രാഷ്ട്രത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും അല്ലേ? നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കാനായിട്ട് നമ്മുടെ ഗാന്ധിജിയും അതുപോലെ തന്നെ നെഹ്റു, ആസാദ് പോലെയുള്ള കുറേ മഹത് വ്യക്തികളുടെ പ്രസംഗങ്ങളൊക്കെ വളരെ പ്രചോദനകരമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവരൊക്കെ നല്ല വാഗ്മികളായിരുന്നു അല്ലേ? വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ചലിപ്പിക്കാൻ കഴിവുള്ളവരായിരുന്നു. അപ്പോൾ ഒരു പ്രാസംഗികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കുകളുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും ഒരു വ്യക്തിയെ മാറ്റിമറിക്കാനായിട്ട്, ഒരു സമൂഹത്തെ മാറ്റിമറിക്കാനായി, രാഷ്ട്രത്തെ മാറ്റിമറിക്കാനായി സാധിക്കും. ഇനിയപ്പോൾ എന്താണ് ആദ്യം വേണ്ടത് ഒരു പ്രാസംഗികന്? ആദ്യം തന്നെ വിഷയത്തെക്കുറിച്ച് നല്ല അവഗാഹം ഉണ്ടായിരിക്കണം. പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നല്ല ജ്ഞാനം ഉണ്ടായിരിക്കണം അല്ലേ? അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറയാൻ പാടില്ല അല്ലേ? പിന്നെ അഴീക്കോട് പറഞ്ഞതുപോലെ തന്നെ ജന്മവാസന ഉണ്ടായിരിക്കണം ഏത് കലയ്ക്കും. അതുപോലെ തന്നെ പ്രസംഗത്തിനുണ്ടായിരിക്കണം ജന്മവാസന. നല്ല നല്ല പരിശീലനങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. നല്ല നല്ല മാതൃകകൾ കാണാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകണം അല്ലേ? അതുപോലെ തികഞ്ഞ ആത്മാർത്ഥത നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ശരിയായ രീതിയിലുള്ളൊരു വ്യക്തിത്വ സംപ്രേഷണം അവിടെ ഉണ്ടായിരിക്കണം. വാക്കുകൾക്ക് ചലനശക്തി ഉണ്ടായിരിക്കണം. വാഗ്ധോരണിയിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കണം. ഏത് സദസ്സിനോടും സംവദിക്കാൻ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള വാക്കുകൾ നമ്മൾ പ്രയോഗിക്കണം. ഈ നല്ല രീതിയിൽ നിന്നുള്ള വാക്ക് പറയുമ്പോൾ ടീച്ചർക്ക് ഒരു കാര്യം ഓർമ്മ വന്നു വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും പ്രസംഗങ്ങൾ, വാക്കുകൾ വലിയ 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 ഗംഭീരമായ വാക്കുകളൊക്കെ എടുത്ത് സദസ്സിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സദസ്സിൽ ആരെങ്കിലും ആ പ്രസംഗം നല്ലതാന്ന് പറയൂ? വലിയ വലിയ വാക്കുകൾ, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ എടുത്തിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇല്ല അല്ലേ? വളരെ ലളിതമായ രീതിയിലൂടെ ശ്രോതാവിൻ്റെ ആ ആശയത്തെ ശ്രോതാവിലേക്ക് എത്തിക്കാനായിട്ടൊരു പ്രാസംഗികന് സാധിക്കണം. അവിടെയാണ് സദസ്സിന് പ്രാധാന്യമുണ്ട്. സദസ്സ് മനസ്സിലാക്കി വേണം പ്രസംഗിക്കാൻ എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ നർമ്മരസമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കവിതകളുടെ ഉദ്ധരണികൾ, മറ്റുള്ളവരുടെ വാക്കുകൾ, ഇതൊക്കെ കടമെടുത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയാൻ സാധിക്കും. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതൊന്നും ഇല്ലാതെയാണ് കേട്ടോ നമ്മുടെ മുണ്ടശ്ശേരിയെ പോലെയുള്ളവർ വേദികൾ കീഴടക്കിയിരുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള പ്രസംഗങ്ങളും വളരെ രസകരമായ രീതിയിൽ ഏത് ശ്രോതാക്കൾക്കും കേട്ടിരിക്കാൻ സാധിക്കും. ഈ തുടക്കത്തിൽ തന്നെ സദസ്സിനെ കയ്യടി വാങ്ങാൻ കഴിഞ്ഞാൽ, അതായത് തുടക്കത്തിൽ പ്രസംഗത്തിൻ്റെ തുടക്കം തന്നെ വിജയിക്കാൻ നമ്മൾ സാധിച്ചാണ്ടല്ലോ, പ്രസംഗം നമ്മുടെ നല്ലൊരു പ്രാസംഗികൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അവസാനിപ്പിക്കാനും, ചിലരുടെ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് തോന്നൂല്ലേ? എന്താ കാരണം? പ്രസംഗ കല എന്താണെന്ന് അറിയാത്ത വ്യക്തിയാണ് പ്രസംഗിക്കുന്നത്. എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടതെന്ന് അറിയാത്ത വ്യക്തിയാണ് പ്രസംഗിക്കേണ്ടത്. അപ്പോൾ പിന്നെ കേട്ടിരിക്കുന്നവർക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ അല്ലേ? അപ്പോൾ ഒരു ശ്രോതാവ്, അതായത് സദസ്സിലുള്ളവർ പ്രസംഗങ്ങൾ കേട്ടിരിക്കണമെങ്കിൽ ആ പ്രസംഗത്തിന് അത്രയേറെ ഗുണങ്ങളുണ്ടാകണം. അപ്പോൾ പ്രസംഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതിന് വളരെ ആത്മാർപ്പണത്തോടു കൂടിയുള്ള ഒരു പരിശീലനം ആവശ്യമാണ്. അതിന് നല്ലൊരു പ്രാസംഗികനാവണമെങ്കിൽ അതിന് വളരെയേറെ ഗുണങ്ങൾ ആവശ്യമാണ്. വളരെയേറെ അതിൽ ഒരു പ്രാസംഗികനാകാൻ വേണ്ട ഗുണങ്ങൾ നമ്മൾ സ്വായത്തമാക്കിയെടുക്കണം ജന്മസിദ്ധമായ കഴിവിനൊപ്പം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രാസംഗികനായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രാസംഗികന് പ്രസംഗത്തിനൊക്കെ ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ഈ അഭിമുഖ ചോദ്യാവലികളിലൂടെയും അതിനുള്ള മറുപടികളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നല്ലൊരു പ്രസംഗത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് എഴുതണം കേട്ടോ. നല്ലൊരു പ്രസംഗത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതണം. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.